പീപ്പിൾസ് അക്കാഡമി നമ്മളിന്ന് നോക്കുന്നത് തലച്ചോറിനെ കുറിച്ചാണ്. തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ ഓക്കെ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന തലച്ചോറിൻ്റെ ഒരു ചിത്രമാണ്. തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ആണ് ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യത്തേത് സെറിബ്രം. ഈ കാണുന്നതാണ് സെറിബ്രം എന്ന് പറയുന്നത്. തലച്ചോറിൽ സെറിബ്രം എന്ന് പറയുന്ന ഭാഗമാണ് ഇത്. ഓക്കെ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടസ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും പറയപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിലെ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഏത് സെറിബ്രം. അതുപോലെ തന്നെ ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രമാണ്. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നതും സെറിബ്രമാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇത് പല രീതിയിൽ എക്സാമിന് ചോദിക്കാം. ഇപ്പം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. അടുത്ത സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഈ കാണുന്ന സെറിബെല്ലം എന്ന് പറയുന്നത് സെറിബ്രത്തിന് പിന്നിൽ താഴെയായി സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നിലനിർത്താൻ സഹായിക്കുന്നത്. ശരീരത്തെ തുലനത്തിന് നേരെ നിൽക്കുന്നതിനൊക്കെ സഹായിക്കുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. അതുകൊണ്ടാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതെന്ന് വെച്ചാൽ സെറിബെല്ലമാണെന്ന് ഓർത്തു വയ്ക്കാൻ. ഓക്കെ, അടുത്ത തലാമസ്. മസ്തിഷ്കത്തിലെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിൽ നിന്നുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് ഇത് തലാമസ് എന്ന് പറയുന്നത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണെന്ന് ഓർത്തിക്കുക. അത് ഈ കാണുന്നതാണ് തലാമസ്. ഓക്കെ, അടുത്ത് ഹൈപ്പോതലാമസ്. എന്താ ഹൈപ്പോതലാമസ്? ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നതാണ് ഹൈപ്പോതലാമസ് ഈ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നമുക്ക് എന്താ? മിഡ് ബ്രെയിൻ. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിന് ഈ ഭാഗത്തിന് വലിയ പങ്കുണ്ട്. അതായത് മിഡിൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഓർത്തു വയ്ക്കുക. ഏതാ? മിഡ് ബ്രെയിൻ. ഓക്കെ, അടുത്ത പോൺസ് എന്ന് വെച്ചാൽ കണ്ണിനും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു. ശ്വാസോച്ഛ്വാസം നിരക്കിനെ നിയന്ത്രിക്കുന്നത് പോൺസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അടുത്ത മെഡുല്ല ഓംബ്ലാങ്കേറ്റ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ മെഡുല്ല ഓംബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. ഈ മെഡുല്ല ഓംബ്ലാങ്കേറ്റയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? മെഡുല്ല ഓംബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്നെണ്ണം കൂടി ചേർന്ന്, അതായത് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഓംബ്ലാങ്കേറ്റ ചേർന്നാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം കൂടി ചേർന്ന് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ക്ലിയർ? ഓർത്തു വയ്ക്കാം. ഈ മൂന്ന് ഭാഗങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യന്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ബാധിക്കും. ഏതായിരുന്നു? മിഡ് ബ്രെയിൻ ആയിരുന്നാൽ പോൺസ് ആയിരുന്നാൽ മെഡുല്ല ഓംബ്ലാങ്കേറ്റ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മെഡുല്ല ഓംബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. പുറം തലയിലൊക്കെ അടിക്കരുത് എന്ന് പറയുന്നതിന് കാരണം ഈ മെഡുല്ല ഓംബ്ലാങ്കേറ്റയ്ക്ക് ക്ഷതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പുറം തലയിലൊന്നും അടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, എല്ലാ പോയിന്റുകളും ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇതെല്ലാം ഈ ഓരോ വാക്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഓർത്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.